ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൽ സെക്കൻഡ് ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? എവേ ഫ്രം ഡിസീസസ്. അതായത് വ്യാധികൾ പടരാതിരിക്കാൻ, അല്ലേ, രോഗങ്ങൾ പടരാതിരിക്കാൻ. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ഡോക്ടർ ഉണ്ട്, ഡോക്ടറെ അടുത്ത് ഒരു കുട്ടിയെ കാണിക്കാൻ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ വൈറൽ ഫീവർ അല്ലേ. എനി വൺ എൽസ് അറ്റ് ഹോം കോഡ് വിത്ത് ഫീവർ. വീട്ടിൽ ആർക്കെങ്കിലും രോഗം വന്നിരുന്നോ എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് അമ്മ പറയുന്നത്? യെസ്, ഹിസ് സിസ്റ്റർ ആൻഡ് ഐ വെർ എഫക്റ്റഡ് അല്ലേ. എനിക്കും ഇവൻ്റെ ചേച്ചിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോൺവെർസേഷൻ ശ്രദ്ധിച്ചല്ലോ. ഡിഡ് യു റീഡ് ദ കോൺവെർസേഷൻ? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഫീവർ? അപ്പോൾ ഈ കുട്ടിക്ക് ഫീവർ വന്നത് എന്തുകൊണ്ടായിരിക്കാം? ചേച്ചിയിൽ നിന്നും അല്ലേ, പിന്നെയോ അമ്മയിൽ നിന്നുമൊക്കെ പകർന്നതായിരിക്കും അല്ലേ. അപ്പോൾ വൈറൽ ഫീവർ ആയതുകൊണ്ട് തന്നെ വൈറസ് ആയിരിക്കും ഇതിൻ്റെ കാരണക്കാരൻ. വാട്ട് ഷുഡ് ബി ഡൺ ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡിങ് ഓഫ് ദ ഡിസീസ് ടു അതേഴ്സ്? മറ്റുള്ളവർക്ക് ഈ രോഗം പകരാതിരിക്കാൻ എന്ത് ചെയ്യണം? രോഗമുള്ളവരുമായി ഇടപഴകാതിരിക്കണം അല്ലേ. അതായത് അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് സിക്ക് പീപ്പിൾ. പിന്നെയോ റൈറ്റ് ദ നെയിംസ് ഓഫ് ഡിസീസസ് യു നോ ഇൻ യുവർ സയൻസ് ഡയറി. ആർ ദേ ഓൾ കമ്മ്യൂണിക്കബിൾ? അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന രോഗങ്ങളുടെ പേരുകളൊക്കെ ശാസ്ത്രപുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അവയെല്ലാം പകരുന്നവയാണോ എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. എല്ലാം പകരുന്നവയൊന്നും അല്ല അല്ലേ. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് മോർ ഡിസീസസ്. കൂടുതൽ രോഗങ്ങളുടെ പേരുകൾ എഴുതി ചേർക്കുക. എന്നിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലേ. പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും. പകരുന്ന രോഗങ്ങളിൽ ഇവിടെ ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ഡങ്കി ഫീവർ, ജോണ്ടൈസ് അല്ലേ. പകരാത്ത രോഗങ്ങളിലോ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഏതൊക്കെയാ? ക്യാൻസർ, ഡയബറ്റീസ് തുടങ്ങിയവ അല്ലേ. അപ്പോൾ നമുക്ക് കൂടുതൽ രോഗങ്ങൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാം. അപ്പം നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസസിലേക്ക് COVID-19, കോമൺ കോൾഡ് തുടങ്ങിയവ എഴുതാം. അതുപോലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിലോ ആസ്മ, ഹൈപ്പർ ടെൻഷൻ, പിന്നെ ഹെഡ് ഏക്ക്, സ്റ്റൊമക്ക് ഏക്ക്, അതൊക്കെ എന്താണ്? പകരാത്തവയാണ് അല്ലേ. ഇനി ഇവിടെ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് ഡെഫിനിഷൻ കൊടുത്തിട്ട് എന്താ നോക്കിക്കേ. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ് അല്ലേ. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗത്തിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. ഇനി പാൻഡമിക്സ് എന്നാൽ എന്താ നോക്കാം. മഹാമാരി എന്നാണ് കേട്ടോ പാൻഡമിക്സിൻ്റെ അർത്ഥം. വെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ടു അതർ കൺട്രീസ് ഓർ കോണ്ടിനെൻറ്റ്സ് ആൻഡ് എഫക്റ്റ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇറ്റ് ഈസ് കോൾഡ് എ പാൻഡമിക് അല്ലേ. അതായത് പകർച്ചവ്യാധികൾ മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താലാണ് അതിന് നമ്മൾ എന്ത് പറയുക? മഹാമാരി അഥവാ പാൻഡമിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ഉദാഹരണങ്ങളാണ് എന്തൊക്കെ? സ്മോൾ പോക്സ്, ട്യൂബർക്കുലോസിസ്, പ്ലേഗ്, COVID-19 എക്സെട്ര ആർ സം ഓഫ് ദ പാൻഡമിക്സ് ദാറ്റ് വി ഹാവ് സർവൈവ്ഡ് അല്ലേ. നമ്മൾ അതിജീവിത ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 പോലുള്ളവ. എന്താ ചോദിച്ചിട്ടുള്ളത്? ആറിൻ വി മോർ ലൈക്ലി ടു ഗെറ്റ് അഫക്റ്റഡ് വെൻ വി കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് സംവൺ ഹൂ ഈസ് സിക്ക്? രോഗമുള്ള ഒരാളുമായി ഇടപഴകുമ്പോൾ നമുക്കും ആ രോഗം വരാൻ സാധ്യതയില്ലേ? ഉണ്ട് അല്ലേ. വാട്ട് കോസ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് എന്തൊക്കെയായിരിക്കും? ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയ പോലുള്ള സൂക്ഷ്മജീവികളായിരിക്കും അല്ലേ. ഇനി ക്യാൻ വി സീ ദം? അവയെ നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല അല്ലേ. നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല അല്ലേ. ഇനി താഴെ ആരെക്കുറിച്ചാണ് പറയുന്നത്? പാത്തോജൻസ്. പാത്തോജൻസ് എന്ന് പറഞ്ഞാൽ രോഗകാരികൾ, രോഗം കൊണ്ടുവരുന്നവർ. Most communicable diseases are caused by microorganisms like bacteria, virus and fungi that cannot be seen with the naked eyes അല്ലേ. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളാണ് ഇതൊക്കെ. മൈക്രോ ഓർഗാനിസംസ് ആണ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവ. ഇവയാണ് മിക്ക
മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. ദേ ആർ കോൾഡ് എന്താണ്, ഇവരെ നമ്മൾ എന്താ പറയുക, പാത്തോജൻസ് എന്നാണ് പറയുക. ബിക്കോസ് ദേ കോസ് ഡിസീസസ്. അവ എന്തുകൊണ്ടാണ് നമ്മൾ രോഗകാരികൾ, അതായത് പാത്തോജൻസ് എന്ന് പറയുന്നത്, രോഗങ്ങൾക്ക് അവരാണ് കാരണം. അതുകൊണ്ടാണ് നമ്മൾ അവരെ പാത്തോജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ചിത്രം തന്നെ നോക്കിക്കേ, മൈക്രോസ്കോപ്പിക് വ്യൂ ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോഴുള്ള ദൃശ്യമാണ് ഫസ്റ്റ് പിക്ചർ. ഇനി സെക്കൻഡ്, മൈക്രോസ്കോപ്പിക് വ്യൂ ഓഫ് വൈറസ് അല്ലെ, വൈറസിൻ്റെ മൈക്രോസ്കോപ്പിലൂടെയുള്ള ദൃശ്യമാണ് കേട്ടോ, പിക്ചറാണ്. ഇനി അടുത്തത് എന്താണ്, ലിവിങ് വിത്ത് ദ മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മജീവികൾക്കൊപ്പം. ഇനി നോട്ട് ഓൾ മൈക്രോ ഓർഗാനിസംസ് ആർ പാത്തോജൻസ്. എല്ലാ മൈക്രോ ഓർഗാനിസംസും എന്താണ്, പാത്തോജൻസ് അല്ല, രോഗകാരികളല്ല. ദർ ആർ മെനി ബെനിഫിഷ്യൽ ബാക്ടീരിയ ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. ദേ ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് അവർ ഫുഡ്. അവർ എന്തിനൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത്, നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട്, അബ്സോർബ് ചെയ്യാനും അവ സഹായിക്കുന്നുണ്ട്. ദർ ആർ മെനി ഇൻസ്റ്റൻസസ് വേർ മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ബി യൂസ്ഫുൾ ടു അസ്. മൈക്രോ ഓർഗാനിസംസ് നമുക്ക് ഉപകാരം ചെയ്യുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ഏതൊക്കെയാണ്, ദോശ ബാറ്ററീസ് ഫെർമെൻറ്റഡ് ബൈ സെർട്ടൈൻ ബാക്ടീരിയ ആൻഡ് ഫംഗൈ ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ ആൻഡ് ആഡ് ഇറ്റ് ടു ദ സോയിൽ. എന്തൊക്കെയാ, ദോശമാവ് പുളിപ്പിക്കുന്നതിന് ചില ഇനം ബാക്ടീരിയകളാണ് അല്ലേ അത് പുളിപ്പിക്കുന്നത്. പിന്നെ ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിലേക്ക് ചേർക്കുന്നത്. ഇനി താഴെ നമ്മളോട് എന്താ ചോദിക്കുന്നത്, ഫൈൻഡ് മോർ ഇൻസ്റ്റൻസസ് വേർ മൈക്രോ ഓർഗാനിസംസ് ആർ ബെനിഫിഷ്യൽ ആൻഡ് റൈറ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി അല്ലേ. സൂക്ഷ്മജീവികൾ മൈക്രോ ഓർഗാനിസംസ് ഉപകാരികളാകുന്ന കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തിയിട്ട് ശാസ്ത്രപുസ്തകത്തിൽ എഴുതാനാണ്. അപ്പം നമുക്ക് ഏതൊക്കെ എഴുതാം, ദ ദോശ ബാറ്ററീസ് ഫെർമെൻറ്റഡ് ബൈ സെർട്ടൈൻ ബാക്ടീരിയ ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ ഹെൽപ്സ് ഇൻ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ഫുഡ് കേർലിംഗ് ഓഫ് മിൽക്ക് അല്ലേ. അടുത്തത് ദ വേൾഡ് ഓഫ് ഫംഗൈ, ഫംഗസുകളുടെ ലോകം. വി ആർ ഫെമിലിയർ വിത്ത് ബ്രെഡ് മോൾഡ് ആൻഡ് ബ്ലാക്ക് മോൾഡ് ഫൗണ്ട് ഓൺ ക്ലോത്ത്സ്. അതായത് നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, പിന്നെ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം എന്താണ്, ഫംഗസ് ആണ്. ദേ ആർ ഓൾ ഫംഗൈ അല്ലേ. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ ആർ സം ഓഫ് ദ ഫംഗൈ ദാറ്റ് കോസ് എ ഡിസീസ് ടു ഹ്യൂമൻസ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന ചില സൂക്ഷ്മജീവികളാണ് ആരൊക്കെ, പിന്നെ ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. The world of fungi includes everything from edible mushrooms to those that cannot be seen with the naked eyes അല്ലേ. നാം ഭക്ഷണമാക്കുന്ന കൂണ് മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം, ദ വേൾഡ് ഓഫ് ഫംഗൈ. ഹൗ ഡിസീസസ് സ്പ്രെഡ്, രോഗങ്ങൾ എങ്ങനെയാണ് പകരുന്നത്. ഇവിടെ ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഡിസീസസ് സ്പ്രെഡ് അല്ലേ. ഈ ചിത്രീകരണം നിരീക്ഷിച്ച് രോഗങ്ങൾ പകരാനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്താനാണ്. ഈ ഒരു ചിത്രത്തിൽ ഭക്ഷണ സാധനങ്ങൾ തുറന്ന് വെച്ചിട്ടുണ്ട്. തുറന്ന് വെച്ചിരിക്കുന്ന സമയത്ത് ഈച്ചയും പാറ്റയും എല്ലാം അതിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈച്ചയൊക്കെ മറ്റുള്ള സ്ഥലത്ത് പോയി, മറ്റ് വൃത്തിയില്ലാത്ത സ്ഥലത്തൊക്കെ പോയിരുന്ന് വന്നതിന് ശേഷമാണ് നമ്മളെ ഫുഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിലുണ്ടാവുന്ന അഴുക്കും ബാക്ടീരിയാസൊക്കെ എന്തായി, ഈ ഫുഡിലാവും അല്ലേ. അപ്പോൾ നമ്മൾ ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ ബാക്ടീരിയയൊക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലും, ആ മൈക്രോ ഓർഗാനിസംസ് നമ്മളെ ഉള്ളിൽ ചെന്നിട്ട് നമുക്ക് രോഗങ്ങൾ വരും. അപ്പോൾ ഈച്ചയൊക്കെ രോഗം കൊണ്ടുവരുന്നതിൽ മെയിൻ ഒരു ആളാണ് കേട്ടോ, ഒരു കാരണക്കാരനാണ്. അതുപോലെ തന്നെ ആ ഒരു കുട്ടി തുമ്മുന്ന സമയത്ത് വായും മൂക്കും ഒന്ന് പൊത്തി വെക്കാത്തത് കൊണ്ട് തന്നെ തുപ്പൽ പുറത്തേക്ക് പോവാണ്. അപ്പോൾ ആ തുപ്പൽ മറ്റുള്ള ആളുകൾ മേലെ ആയിട്ട് എന്താണ്, അവർക്കും ഈ ബാക്ടീരിയ പുറത്തേക്ക് പോയി അവർക്കും രോഗങ്ങൾ വരാം. അപ്പോൾ ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെടുത്തി താഴെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ ഡു വി കവർ അവർ നോസ് ആൻഡ് മൗത്ത് വിത്ത് എ ഹാൻഡ് കർച്ചീഫ് വെൻ വി കഫ് ഓർ സ്നീസ് അല്ലേ. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ വായും മൂക്കും പൊത്തി വെക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ടു പ്രിവെൻറ്റ് വൈറസ് ഫ്രം സ്പ്രെഡിങ് ത്രൂ എയർ അല്ലേ.
നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ നമ്മുടെ ശരീരത്തിലുള്ള രോഗത്തിൻ്റെ വൈറസ് പുറത്ത് പോയി മറ്റൊരാൾക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഹാൻഡ് കർച്ചീഫ് ഉപയോഗിച്ച് വായും മൂക്കും ഒക്കെ പൊത്തി വെക്കണമെന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡു വി കീപ് ഫുഡ് ഐറ്റംസ് കവേർഡ്? എന്തിനാണ് നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ അടച്ച് വെക്കുന്നത്? നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ദർ ആർ ചാൻസസ് ദാറ്റ് ഫ്ലൈസ് മേ സിറ്റ് ഓൺ ദ അൺകവേർഡ് ഫുഡ്, അല്ലേ? ആഹാരം തുറന്ന് വെക്കുന്ന സമയത്ത് ഈച്ചകളും പാറ്റകളും ഒക്കെ ആ ഒരു ഫുഡ് ഐറ്റംസിൽ വന്നിരിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ പല്ലി കാഷ്ടിക്കുക, അതുപോലെ പിന്നെ പൊടിപടലങ്ങളാവുക. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആഹാരം അടച്ചു വെക്കണം. ഇനി ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലെന്താ പറയുന്നത് നോക്കാം. In what ways do disease causing microorganisms enter the human body? അല്ലേ, രോഗകാരികളായ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ പ്രവേശിക്കുന്നത് ഏതൊക്കെ മാർഗത്തിലൂടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ആ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. How microorganisms enter the body and the diseases they cause, അല്ലേ? മൈക്രോ ഓർഗാനിസംസ് ഹ്യൂമൻ ബോഡിയിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ മൈക്രോ ഓർഗാനിസംസ് പ്രവേശിക്കുന്നത് എന്നാണ് ഇവിടെ നമുക്ക് നോക്കാനുള്ളത്. അതിന് നോട്ട് ത്രൂ വെക്റ്റേഴ്സ്, അതായത് പിന്നെ ത്രൂ വെക്റ്റേഴ്സ്, അങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് രോഗങ്ങൾ പകരുന്നത്. അതായത് ജീവികളിലൂടെ, രോഗാണുവാഹകരിൽ നിന്ന്. വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് രോഗം തരുന്ന ജീവികൾ, ഈച്ച, കൊതുക് പോലുള്ള ജീവികൾ, അവയിൽ നിന്ന് പടരുന്ന രോഗങ്ങളും, അല്ലാതെ നമുക്ക് രോഗാണുവാഹകരിൽ നിന്നല്ലാതെ, വെക്റ്റേഴ്സിൽ നിന്നല്ലാതെ പകരുന്ന, എങ്ങനെയൊക്കെയാണ് പകരുന്നത്, അത് ഏതൊക്കെ രോഗങ്ങളാണെന്നാണ് ഈ ഒരു ഫ്ലോ ചാർട്ടിൽ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോട്ട് ത്രൂ വെക്റ്റേഴ്സ് നോക്കാം. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ പിന്നെ ഏതൊക്കെ വഴിയിലാണ്? ത്രൂ സോയിൽ, അല്ലേ, മണ്ണിലൂടെ. പിന്നെയോ ത്രൂ എയർ, വായുവിലൂടെ. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? വോം ഡിസീസസ്, വിരശല്യം, പിന്നെ ടെറ്റനസ്. പിന്നെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ട്യൂബർക്യുലോസിസ്, അതായത് ക്ഷയരോഗം. പിന്നെയോ മീസൽസ്, ചിക്കൻ പോക്സ്. ഇനി ത്രൂ വാട്ടർ ആൻഡ് ഫുഡ്, അല്ലേ, ഫുഡിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെ പകരുന്ന രോഗങ്ങളാണ് ടൈഫോയിഡ്, ജോൻഡൈസ്. ഇനി ത്രൂ വെക്റ്റേഴ്സ്, വെക്റ്റേഴ്സിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ആരൊക്കെയാണ് വെക്റ്റേഴ്സ്? മോസ്കിറ്റോ, ഫ്ലൈസ്, പിന്നെയോ ഹ്യൂമൻസ്, ബേർഡ്സ്, അല്ലേ. അപ്പോൾ മോസ്കിറ്റോ വഴി പകരുന്ന രോഗങ്ങളാണ് ഡെങ്കി ഫീവർ, ചിക്കൻ ഗുനിയ, മലേറിയ. ഫ്ലൈസ് പകർത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കോളറ, ടൈഫോയിഡ്. ഇനി ഹ്യൂമൻസ് ഏതൊക്കെയാണ്? ലെപ്രോസി, കൺജക്റ്റിവിറ്റീസ്. പിന്നെ ബേർഡ്സ് ആണെങ്കിൽ ബേർഡ് ഫ്ലൂ. അതിൽ ലെപ്രോസി എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗമാണ് കേട്ടോ. കൺജക്റ്റിവിറ്റീസ് എന്ന് പറഞ്ഞാൽ കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് പോലുള്ള രോഗങ്ങളാണ്. ബേർഡ്സ് ഫ്ലൂ എന്ന് പറഞ്ഞാൽ പക്ഷിപ്പനി പോലുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും പഠിച്ചു വെക്കുക, നോട്ട് ത്രൂ വെക്റ്റേഴ്സും ത്രൂ വെക്റ്റേഴ്സും. അപ്പോൾ നോട്ട് ത്രൂ വെക്റ്റേഴ്സ് ആണെങ്കിൽ സോയിൽ, ത്രൂ എയർ, പിന്നെ ത്രൂ വാട്ടർ ആൻഡ് ഫുഡ്, അല്ലേ. ഈ 4 രീതിയിലാണ് പകരുന്നത്. പിന്നെ ത്രൂ വെക്റ്റേഴ്സ് ആണെങ്കിൽ വെക്റ്റേഴ്സിന് ഉദാഹരണങ്ങളാണ് ആരൊക്കെ? പിന്നെ മൊസ്കിറ്റോസ്, ഫ്ലൈസ്, ഹ്യൂമൻസ് ആൻഡ് ബേർഡ്സ്. അപ്പോൾ വെക്റ്റേഴ്സ് എന്താണെന്ന് ഡെഫിനിഷൻ താഴെ തന്നിട്ടുണ്ട്. വെക്റ്റേഴ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് ബ്രിങ് ഡിസീസ് കാരിങ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ടു അവർ ബോഡി. രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നവരാണ് ആര്? വെക്റ്റേഴ്സ്. അവ ആരൊക്കെയാണ്? നമ്മൾ മുകളിൽ പഠിച്ചു. ഹൗസ് ഫ്ലൈ, റാറ്റ് ഫ്ലീ, മൊസ്കിറ്റോ, ബാറ്റ്സ് എക്സെട്ര ആർ സം ഓഫ് ദ വെക്റ്റേഴ്സ് ഓർഗാനിസംസ്, അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.